ഡിയർ സ്റ്റുഡൻസ്, കൈനറ്റിക് തിയറി എന്ന ചാപ്റ്ററിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി പഠിച്ചു, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം പഠിച്ചു. എന്താണ് ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജിയിൽ പറയുന്നത്? അറ്റ് തെർമൽ ഈക്വിലിബ്രിയം ദി ടോട്ടൽ എനർജി ഓഫ് എ ബോഡി ഈസ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ഇറ്റ്സ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിലേക്ക് ടോട്ടൽ എനർജി ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നു. ഇനി നമ്മൾ പഠിച്ചു 1 ഡയമെൻഷണൽ മോഷനിലെ ഡിഗ്രി ഓഫ് ഫ്രീഡം 1 ആണെന്നും 2 ഡയമെൻഷണൽ മോഷൻ പെർഫോം ചെയ്യുന്ന ഒരു ബോഡിയുടെ ഡിഗ്രി ഓഫ് ഫ്രീഡം 2 ആണെന്നും 3 ഡയമെൻഷണൽ മോഷൻ പെർഫോം ചെയ്യുന്ന ബോഡിയുടെ ഡിഗ്രി ഓഫ് ഫ്രീഡം ഈസ് ഈക്വൽ ടു 3 ആണെന്നും പഠിച്ചു. ഇനി ഇത് കൂടാതെ ഒരു ബോഡിക്ക് 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഷൻസ് പെർഫോം ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് ട്രാൻസ്ലേഷണൽ മോഷൻ. സെക്കൻഡ് ടൈപ്പ് മോഷൻ എന്ന് പറയുന്നത് റൊട്ടേഷണൽ മോഷൻ. തേർഡ് ടൈപ്പ് ഒരു മോഷൻ എന്ന് പറയുന്നത് വൈബ്രേഷണൽ മോഷൻ. എന്താണ് ട്രാൻസ്ലേഷണൽ മോഷൻ? ഒരു ബോഡി ആസ് എ ഹോൾ മൂവ്സ് ഫ്രം വൺ പോയിൻറ്റ് ടു അനദർ പോയിൻറ്റ്. മൊത്തത്തിൽ ഒരു പോയിൻറ്റിൽ നിന്ന് അടുത്ത പോയിൻറ്റിലേക്ക് മൂവ് ചെയ്യുവാണെങ്കിൽ അതിനാണ് ട്രാൻസ്ലേഷണൽ മോഷൻ എന്ന് പറയുക. അപ്പോൾ ട്രാൻസ്ലേഷണൽ മോഷനിലുള്ള ഒരു ബോഡിയുടെ എനർജി ഈസ് ഈക്വൽ ടു ½ ഇൻറ്റു KB ഇൻറ്റു T ആയിരിക്കും. അടുത്തത് റൊട്ടേഷണൽ മോഷനാണ്. റൊട്ടേഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു ആക്സിസിന് അറൗണ്ടായിട്ട് ബോഡി റൊട്ടേറ്റ് ചെയ്യുന്നു, അതാണ് റൊട്ടേഷണൽ മോഷൻ. റൊട്ടേഷണൽ മോഷൻ പെർഫോം ചെയ്യുന്ന ബോഡിയുടെ കേസിലും അതിൻ്റെ എനർജി എന്ന് പറയുന്നത് ½ ഇൻറ്റു KB ഇൻറ്റു T ആയിരിക്കും, ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി അനുസരിച്ച്. ഇനി അടുത്തത് വൈബ്രേഷണൽ മോഷനാണ്. വൈബ്രേഷൻ എന്താണ്? വൈബ്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു ആൻഡ് ഫ്രോ മോഷനാണ്. മീൻ പൊസിഷനിലും ബോഡി നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതിനാണ് വൈബ്രേഷണൽ മോഷൻ എന്ന് പറയും. അപ്പോൾ ഒരു വൈബ്രേഷണൽ മോഷൻ പെർഫോം ചെയ്യുന്ന ബോഡിയുടെ എനർജി എന്ന് പറയുന്നത് KB ഇൻറ്റു T ആയിരിക്കും. ട്രാൻസ്ലേഷനും റൊട്ടേഷനും ½ ഇൻറ്റു KB Tയും വൈബ്രേഷണൽ മോഷൻ്റെ കേസിൽ എനർജി KB ഇൻറ്റു T ആണ്. നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ഗ്യാസസ് ആണ്. അത് പഠിക്കണമെങ്കിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വച്ചിരിക്കണം. അടുത്തത് നമുക്ക് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ഗ്യാസ് എന്താണെന്ന് നോക്കാം. നിങ്ങൾ കഴിഞ്ഞ ചാപ്റ്ററിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി പഠിച്ചതാണ്. മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദി ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് required to raise the temperature of 1 mole of the gas through 1 Kelvin. ഒരു മോൾ ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ 1 കെൽവിൻ ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നതിന് റിക്വയർഡ് ആയിട്ടുള്ള ഹീറ്റ് എനർജി ആണ് മോളാർ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുക. ഈ മോളാർ സ്പെസിഫിക് ഹീറ്റ് തന്നെ 2 ടൈപ്പ് ഉണ്ട്, CV ആൻഡ് CP. സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയവും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറും പഠിച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി വാട്ട് ഈസ് ദി ഇക്വേഷൻ ഫോർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം? CV ഈസ് ഈക്വൽ ടു dQ ഡിവൈഡഡ് ബൈ dt അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം അല്ലേ. ഇതെന്താണ് മീൻ ചെയ്യുന്നത്? 1 മോൾ ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ 1 കെൽവിൻ ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നതിന് റിക്വയർഡ് ആയിട്ടുള്ള ഹീറ്റ് എനർജി, അതാണ് CV എന്ന് പറയുന്നത്. അപ്പോൾ ആ കോൺസ്റ്റൻറ്റ് വോളിയത്തിനെ റെപ്രസെൻ്റ് ചെയ്യാനാണ് നമ്മൾ V എന്ന് കാണിക്കുന്നത്. ഇനി കോൺസ്റ്റൻറ്റ് പ്രഷർ ആണെങ്കിൽ CP എന്നെടുക്കാം. CPയും CVയും തമ്മിൽ നമ്മളൊരു റിലേഷൻ പഠിച്ചിട്ടുണ്ട്, CP ഈക്വൽ ടു CV പ്ലസ് R. മേയേഴ്സ് റിലേഷനിൽ നമ്മളിങ്ങനെ ഒരു റിലേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. CP സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ, CV സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം ആൻഡ് R യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്. ഈ റിലേഷൻ പഠിച്ചിട്ടുണ്ട്. ഇനി ഇത് കൂടാതെ റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ് ഗാമ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു CP ഡിവൈഡഡ് ബൈ CV. ഇങ്ങനെ ഒരു റിലേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഇനി ഇത് കൂടാതെ നമ്മൾ തെർമോഡൈനാമിക്സിൽ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, DQ. ഫസ്റ്റ് ലോയിൽ പഠിച്ചതാണ്. DQ ഈസ് ഈക്വൽ ടു DU പ്ലസ് P ഇൻറ്റു
dV. തെർമോഡൈനാമിക്സിൽ ഹീറ്റ് സപ്ലൈഡ് ടു എ ബോഡി ഈസ് ഈക്വൽ ടു du പ്ലസ് പി ഇൻറ്റു ഡി വി. ഇങ്ങനെ ഒരു ഇക്വേഷൻ പഠിച്ചതല്ലേ. ഇവിടെ du എന്താണ്? ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി. പി എന്താണ്? പ്രഷർ. ഇതെല്ലാം നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ്. നിങ്ങളുടെ ഓർമ്മയൊന്ന് പുതുക്കിയെന്ന് മാത്രം. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മളിവിടെ സി വി കൺസിഡർ ചെയ്യുമ്പോൾ കോൺസ്റ്റൻറ്റ് വോളിയമാണ്. സി വിയിൽ നമ്മൾ കോൺസ്റ്റൻറ്റ് വോളിയമാണ് കൺസിഡർ ചെയ്യുന്നത്. വോളിയം, ഗ്യാസിൻ്റെ വോളിയം കോൺസ്റ്റൻ്റ് ആക്കി വയ്ക്കുന്ന കേസിലാണ് സ്പെസിഫിക് ഹീറ്റ് ആയിട്ട് കോൺസ്റ്റൻറ്റ് വോളിയം പറയാം. ആ കേസിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈക്വേഷൻ എന്ത് ചേഞ്ച് വരും? കോൺസ്റ്റൻറ്റ് വോളിയം ആണെങ്കിൽ ഡി വി ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ ചേഞ്ച് ചെയ്യാം? ഡി ക്യു ഈസ് ഈക്വൽ ടു ഡി യു പ്ലസ് 0 എന്നെടുക്കാം. അപ്പോൾ ഡി ക്യു ഈസ് ഈക്വൽ ടു ഡി യു. അപ്പോൾ സി വിയുടെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? സി വിയുടെ ഇക്വേഷൻ ഡി ക്യു ഡിവൈഡഡ് ബൈ ഡി ടി ആണ്. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡി ക്യുവിന് പകരം ഡി യു ഡിവൈഡഡ് ബൈ ഡി ടി. യു എന്താണ്? ഇൻറ്റേർണൽ എനർജി ഓഫ് ദി ഗ്യാസ് ആണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി അടുത്തത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് മോണോ അറ്റോമിക് ഗ്യാസിൻ്റെ കേസിൽ സ്പെസിഫിക് ഹീറ്റായിട്ട് കോൺസ്റ്റൻറ്റ് വോളിയവും കോൺസ്റ്റൻറ്റ് പ്രഷറും റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ്സും നമുക്ക് എങ്ങനെയാണ്, അതിൻ്റെ വാല്യൂസ് എങ്ങനെയാണ് എന്നൊന്ന് നോക്കാം. അപ്പോൾ മോണോ അറ്റോമിക് ഗ്യാസ്. അപ്പോൾ മോണോ അറ്റോമിക് ഗ്യാസിൻ്റെ കേസിൽ മോണോ അറ്റോമിക് ഗ്യാസിന് 3 ട്രാൻസ്ലേഷണൽ മോഷൻ പെർഫോം ചെയ്യാനായിട്ട് പറ്റും. 3 ട്രാൻസ്ലേഷണൽ മോഷനാണ് പെർഫോം ചെയ്യാനായിട്ട് പറ്റുന്നത്. അതായത് ഒറ്റ മോളിക്യൂൾ, ഒറ്റ ആറ്റമാണ്. ഇങ്ങോട്ട് എക്സ് ആക്സിസിൽ മൂവ് ചെയ്യാം, വൈ ആക്സിസിൽ മൂവ് ചെയ്യാം, ഇസഡ് ആക്സിസിലും അതിന് മൂവ്മെൻറ്റ് പോസിബിളാണ്. അപ്പോൾ അതിന് 3 ട്രാൻസ്ലേഷണൽ മോഷൻ പോസിബിൾ ആണെന്ന് നമുക്ക് പറയാം. അതോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടി പറയാം. 3 ട്രാൻസ്ലേഷണൽ മോഷൻ ഉള്ള ഒരു ബോഡിയുടെ കേസിൽ അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 3 ആയിരിക്കും. ഇനി നമ്മൾ പറഞ്ഞു മോണോ ആറ്റോമിക് ഗ്യാസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ എനർജി ഓഫ് ആൻ ആറ്റം എത്രയാണെന്ന് നോക്കാം. എനർജി ഓഫ് ആൻ ആറ്റം, ഒരു ആറ്റം കൺസിഡർ ചെയ്താൽ ആ ആറ്റത്തിൻ്റെ എനർജി എത്രയാണ്? അപ്പോൾ നമ്മൾ പറഞ്ഞു 3 ട്രാൻസ്ലേഷണൽ മോഷൻസ് പോസിബിൾ ആണ്. ഒരു ട്രാൻസ്ലേഷണൽ മോഷൻ ആണെങ്കിൽ അതിൻ്റെ എനർജി എന്താണെന്ന് നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞായിരുന്നു. 1/2 ഇൻറ്റു കെ ബി ഇൻറ്റു ടി ആണ്. അപ്പം 3 ട്രാൻസ്ലേഷണൽ മോഷൻ പോസിബിൾ ആണെങ്കിൽ ആറ്റത്തിൻ്റെ എനർജി എത്രയായിരിക്കും? 3 ഇൻറ്റു 1/2 ഇൻറ്റു കെ ബി ടി ആയിരിക്കുമല്ലോ. ഓക്കെ ആണല്ലോ. ഇനി ഒരു ആറ്റത്തിൻ്റെ എനർജിയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി എനർജി ഓഫ് 1 മോൾ ഓഫ് ഗ്യാസ്? എങ്ങനെ കണ്ടുപിടിക്കും? ഒരു മോൾ ഗ്യാസ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിനകത്ത് അവഗാഡ്രോസ് നമ്പർ ഓഫ് ആറ്റംസ് പ്രസൻ്റ് ആണ്. അവഗാഡ്രോസ് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? NA ആണ്. അവഗാഡ്രോസ് നമ്പർ ഓഫ് ആറ്റംസ് പ്രസൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എനർജി ഓഫ് 1 മോൾ ഓഫ് എത്രയായിരിക്കും? എങ്ങനെ കണ്ടുപിടിക്കാം? ഒരു ആറ്റത്തിൻ്റെ എനർജി ഇൻറ്റു നമ്പർ ഓഫ് ആറ്റംസ് എത്ര വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 3/2. ഇതിനെ 3/2 ഇൻറ്റു കെ ബി ഇൻറ്റു ടി എന്ന് എഴുതാം. ഇൻറ്റു അവഗാഡ്രോസ് നമ്പർ എന്ന് എഴുതാം. 1 മോൾ ഓഫ് ഗ്യാസിൻ്റെ എനർജിയാണ്. ഇനി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് കെ ബി ഇൻറ്റു NA ഈക്വൽ ടു R. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇക്വേഷൻ എങ്ങനെ എഴുതാം? 3/2 ഇൻറ്റു കെ ബി ഇൻറ്റു എന്നിന് പകരം നമുക്ക് R എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ എനർജി ഓഫ് 1 മോൾ ഓഫ് ഗ്യാസ് എത്രയാണ്? 1 മോൾ ഓഫ് മോണോഅറ്റോമിക് ഗ്യാസ് എത്രയാണ്? 3/2 ഇൻറ്റു RT ആണ്. അപ്പോൾ ഈ എനർജി എന്ന് പറയുന്നത് ഇൻറ്റേർണൽ എനർജി ഓഫ് ദി ഗ്യാസ് U ആണ്. ഇൻറ്റേർണൽ എനർജി ഓഫ് ദി ഗ്യാസ് ആണ്. യുവിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയാൽ നമുക്ക് സി വിയുടെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. സി വിയുടെ ഇക്വേഷൻ എന്താണ്? ഡി യു ഡിവൈഡഡ് ബൈ ഡി ടി. ടി എന്താണ്? ടെമ്പറേച്ചർ, യു ഇൻറ്റേർണൽ എനർജി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എങ്ങനെ കിട്ടും? ഡി ബൈ ഡി ടി ഓഫ് എന്തെഴുതാം? 3 യുവിന് പകരം 3/2 R ഇൻറ്റു ടി എന്നെഴുതാം. ഇവിടെ ടി ടെമ്പറേച്ചറാണ്. ഇവിടെ 3/2 R എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് വാല്യൂസ് ആണ്. R യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. ടെമ്പറേച്ചറിനനുസരിച്ച് ഇതിനൊരു ചേഞ്ചും വരുന്നില്ലാത്തതുകൊണ്ട് നമുക്ക് ഈ ഡിഫറൻഷ്യലിന് പുറത്തേക്കെടുത്ത് 3/2 R എടുക്കാം. 3/2 R ഇൻറ്റു പിന്നെ എന്ത് വരും? റിമെയിൻ ചെയ്യുന്നത് ഡി ടി ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിലുള്ള ഡി ടി. രണ്ടും ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ സി വി ഈസ് ഈക്വൽ ടു എത്ര വരും? 3/2
ആർ ഇൻറ്റു 3/2 ആർ എന്ന് വരും. സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം 3/2 ഇൻറ്റു ആർ. ഓക്കെ ആണല്ലോ. ഇനി ഇതിന് ശേഷം നമുക്ക് സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാം. എങ്ങനെയാണ്? സി പി ഈസ് ഈക്വൽ ടു സി വി പ്ലസ് ആർ ആണ് ഇക്വേഷൻ. സി വിയുടെ വാല്യൂ 3/2 ഇൻറ്റു ആർ പ്ലസ് ആർ. ഇവിടെ രണ്ടിടത്തും ആർ കോമൺ ആണ്, അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? ആറിനെ ഒരു ബ്രാക്കറ്റ് എടുത്ത് അതിന് പുറത്തിട്ടിട്ട് ഉള്ളിലുള്ള ടേംസ് നോക്കാം. ഇവിടെ 3/2 ഉണ്ട്, ഇവിടെ എന്ത് വരും? ഒരു 1 കൂടെ വരും അല്ലേ? 3/2 ഉണ്ട്, ഇവിടെ 6 പുറത്തെടുത്ത് കഴിയുമ്പോൾ ഒരു 1 റിമെയിൻ ചെയ്യും. അങ്ങനെയാണ് ഇക്വേഷൻ്റെ വാല്യൂ എത്ര വരും? എൽ സി എടുത്ത് കഴിയുമ്പോൾ 2 ഡിനോമിനേറ്ററിൽ എൽ സി ആയിട്ട് വരും. 3 + 2 ഇൻറ്റു 6 എന്ന് വരും. ഈക്വൽ ടു എന്താണ്? 5/2 ആറാണ്. അപ്പോൾ സ്പെസിഫിക് ഹീറ്റ് സി പി ഈസ് ഈക്വൽ ടു 5/2 ആറെന്ന് വാല്യൂ വരും. സി വി ആയി സി പി ആയി. ഡയറ്റോമിക് ഗ്യാസിൻ്റെ സ്പെസിഫിക് ഹീറ്റ്സിൻ്റെ വാല്യൂസാണ് അടുത്തായി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡയറ്റോമിക് മോളിക്യൂളിൻ്റെ കേസിൽ ഒരു ഡയറ്റോമിക് മോളിക്യൂളിലെ ഒരു ആറ്റത്തിന് പെർഫോം ചെയ്യാൻ പറ്റുന്ന മോഷൻസ് എന്ന് പറയുന്നത് 3 ട്രാൻസ്ലേഷണൽ മോഷനും 2 റൊട്ടേഷണൽ മോഷൻസും പെർഫോം ചെയ്യാനായിട്ട് പറ്റും. എന്തൊക്കെയാണ്? ഡയറ്റോമിക് മോളിക്യൂളിൽ 3 ട്രാൻസ്ലേഷണൽ മോഷൻസ് പോസിബിളാണ്. പിന്നെന്താണ്? 2 റൊട്ടേഷൻസ് പോസിബിളാണ്. അതായത് ഒരു മോളിക്യൂളിന് എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും ഇസഡ് ഡയറക്ഷനിലും മൂവ് ചെയ്യാനായിട്ട് പറ്റും. 3 ട്രാൻസ്ലേഷണൽ മോഷൻ പോസിബിളാണ്. അതോടൊപ്പം തന്നെ ഒരു ഡൈ അറ്റോമിക് മോളിക്യൂളിന് 2 ടൈപ്പ് റൊട്ടേഷൻസ് പോസിബിൾ. ഇതൊരു ഡൈ അറ്റോമിക് മോളിക്യൂളാണെന്ന് കരുതാം. ഇതിന് ഈ ആറ്റത്തിന് 2 ടൈപ്പ് റൊട്ടേഷൻസ് പോസിബിളാണ്. ഒന്നാമത്തെ റൊട്ടേഷൻ എന്ന് പറയുന്നത് ഇതിനകത്തെ ആറ്റത്തിന് ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസിന് അറൗണ്ടായിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. ഇതൊരു ടൈപ്പ് റൊട്ടേഷനാണ്, ഒരു ആറ്റത്തിൻ്റെ ഒരു റൊട്ടേഷനാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇങ്ങനെ ഒരു റൊട്ടേഷൻ പോസിബിളാണ്. അപ്പോൾ ഒരു ഡയറ്റോമിക് മോളിക്യൂളിൻ്റെ കേസിൽ 2 ടൈപ്പ് റൊട്ടേഷൻസ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ 3 ട്രാൻസ്ലേഷണൽ മോഷനും 2 റൊട്ടേഷണൽ മോഷനും ഒരു ഡയറ്റോമിക് മോളിക്യൂളിൻ്റെ കേസിൽ പോസിബിളാണ്. ഇനി വൈബ്രേഷൻ മോഷൻ വല്ലതും പോസിബിൾ ആണോ? വൈബ്രേഷണൽ മോഷൻ പോസിബിൾ ആണോ എന്നറിയണമെങ്കിൽ ഈ ആറ്റത്തിന് ഡയറ്റോമിക് മോളിക്യൂളിൻ്റെ ആറ്റത്തിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് എങ്ങനെയാണെന്ന് നോക്കണം. ഡിസ്റ്റൻസ് ഫിക്സ്ഡ് ആണെങ്കിൽ അതിനൊരു പേര് പറയാറുണ്ട്. ഡയറ്റോമിക് മോളിക്യൂൾ ഒരു റിജിഡ് റൊട്ടേറ്റർ ആണെന്ന് പറയും. ഈ 2 ആറ്റത്തിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ആ ഡയറ്റോമിക് ഗ്യാസ് ഒരു റിജിഡ് റൊട്ടേറ്റർ. ആറ്റത്തിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് ഫിക്സ്ഡ് ആണെങ്കിൽ റിജിഡ് റൊട്ടേറ്റർ. അപ്പോൾ റിജിഡ് റൊട്ടേറ്ററിൻ്റെ കേസിൽ വൈബ്രേഷണൽ മോഷൻസ് ഒന്നും പോസിബിൾ അല്ല. ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആയിട്ട് എപ്പോഴും നിൽക്കും. വൈബ്രേഷൻ ഇങ്ങനെ മൂവ് ചെയ്യാനായിട്ട് ടു ആൻഡ് ഫ്രോ മോഷൻസ് ഒന്നും പറ്റത്തില്ല. ആറ്റംസ് എവിടെ നിൽക്കുവാണോ അവിടെ തന്നെ ഫിക്സ്ഡ് ആയിട്ട് നിൽക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനായിട്ട് ടു ആൻഡ് ഫ്രോ മോഷൻ ഇല്ല. അപ്പോൾ റിജിഡ് റൊട്ടേറ്റർ ആണെങ്കിൽ അതിന് വൈബ്രേഷണൽ മോഷൻ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയാണെന്ന് നോക്കിക്കേ. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 5 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ആറ്റത്തിൻ്റെ ടോട്ടൽ എനർജി എത്രയാണെന്ന് നമുക്കൊന്ന് നോക്കാം. എനർജി ഓഫ് ആൻ ആറ്റം ഈസ് ഈക്വൽ ടു ട്രാൻസ്ലേഷണൽ മോഷൻ 3 ടൈപ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് 3 ഇൻറ്റു ഒരു ട്രാൻസ്ലേഷൻ്റെ എനർജി എന്ന് പറയുന്നത് 1/2 ഇൻറ്റു KB ഇൻറ്റു T ആണ്. അപ്പോൾ ട്രാൻസ്ലേഷൻ്റെ ടോട്ടൽ എനർജി ഇത്രയാണ്. പ്ലസ് പിന്നെന്താ വരുന്നത്? റൊട്ടേഷൻ വരുന്നുണ്ട്. അപ്പോൾ റൊട്ടേഷൻ്റെ എനർജി എത്രയാണ്? 2 ഇൻറ്റു ½ ഇൻറ്റു KB ഇൻറ്റു T ആണ്. ടോട്ടൽ എനർജി എത്ര വരുമെന്ന് നോക്കി. ഒരു ആറ്റത്തിൻ്റെ ടോട്ടൽ എനർജി. അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് 3/2 KB ഇൻറ്റു T പ്ലസ് ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോയി കഴിയുമ്പോൾ KB ഇൻറ്റു T എന്ന് എഴുതാമല്ലോ. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ രണ്ടെണ്ണത്തിനകത്തും KB ഇൻറ്റു T കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്നുണ്ട്. KB ഇൻറ്റു T കോൺസ്റ്റൻ്റ് ആയിട്ട് വരുമ്പോൾ അതിനെ നമുക്കൊരു ബ്രാക്കറ്റ് ഇട്ടിട്ട് അതിൻ്റെ പുറത്തെടുക്കാം. ബ്രാക്കറ്റിനുള്ളിൽ എന്ത് വരും? ഇവിടെ ഒരു 3/2 റിമെയിൻ ചെയ്യുന്നുണ്ട്. പ്ലസ് പിന്നെ എന്ത് വരുന്നുണ്ട്? ഇവിടെ KB2 മൊത്തത്തിൽ പുറത്തെടുത്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു 1 റിമെയിൻ ചെയ്യുന്നുണ്ട്.
രണ്ടും കൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കിയേ. LCM 2 വരും. 3 + 2 ഇൻറ്റു KB ഇൻറ്റു T ആണ്. അപ്പോൾ 3 + 2 എന്ന് പറയുന്നത് 5/2 ഇൻറ്റു KB ഇൻറ്റു T വരും. അപ്പോൾ എനർജി ഓഫ് 1 ആറ്റമാണ് 5/2 ഇൻറ്റു KB T. ഇനി വാട്ട് ഈസ് ദി എനർജി ഓഫ് 1 മോൾ ഓഫ് ഗ്യാസ്? എന്ത് ചെയ്താൽ മതി? ഒരു ആറ്റത്തിൻ്റെ എനർജിയെ അവഗാഡ്രോസ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ വാട്ട് ഈസ് ദി എനർജി ഓഫ് 1 മോൾ ഓഫ് ആറ്റം? എനർജി ഓഫ് 1 മോൾ ഓഫ് ഡയറ്റോമിക് ഗ്യാസ് ഈക്വൽ ടു എന്ത് വരും? 5/2 ഇൻറ്റു KB ഇൻറ്റു T. അത് ഒരു ആറ്റത്തിൻ്റെ എനർജിയാണ്. ഒരു മോളിനകത്ത് എത്ര ആറ്റംസ് ഉണ്ട്? അവഗാഡ്രോസ് നമ്പർ N ആറ്റം ഉണ്ട്. ഇങ്ങനെ എഴുതാം. ഇനി KB ഇൻറ്റു N എന്താണ്? KB ഇൻറ്റു Nന് പകരം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു R എന്ന് എഴുതാം. 5/2 ഇൻറ്റു R ഇൻറ്റു T എന്ന് എഴുതാം. അപ്പോൾ എനർജി ഓഫ് 1 മോൾ ഓഫ് ഡയറ്റോമിക് ഗ്യാസ് അതിൻ്റെ ഇൻറ്റേർണൽ എനർജിയാണ് 5/2 ഇൻറ്റു R ഇൻറ്റു T എന്ന് പറയും. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയവും കോൺസ്റ്റൻറ്റ് പ്രഷറും കണ്ടുപിടിക്കാമല്ലോ. യുവിൻ്റെ വാല്യൂ കിട്ടിയില്ലേ? ഇൻറ്റേർണൽ എനർജി U ഈസ് ഈക്വൽ ടു 5/2 ഇൻറ്റു R ഇൻറ്റു T. അപ്പോൾ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം എത്രയാണ്? ഇക്വേഷൻ എന്താണ്? du ഡിവൈഡഡ് ബൈ dt. യുവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ 5/2 R ഇൻറ്റു T. എങ്ങനെ വരും? 5/2 R ഇൻറ്റു T കോൺസ്റ്റൻ്റ് ആണ്. dt ഡിവൈഡഡ് ബൈ dt വരും. ഇത് രണ്ടും ക്യാൻസൽ ചെയ്യും. 5/2 ഇൻറ്റു R ആണ് സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം ഓഫ് എ ഡയറ്റോമിക് ഗ്യാസ്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ കണ്ടുപിടിക്കാം. CP സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. CP ഈക്വൽ ടു CV + R. CV എത്രയാണ്? 5/2 ഇൻറ്റു R + R എന്ന് വരും. R രണ്ടെണ്ണത്തിനകത്തും കോമൺ ആണ്. പുറത്തെടുത്ത് കഴിയുമ്പോൾ R ബ്രാക്കറ്റ് ഇട്ടിട്ട് അതിൻ്റെ പുറത്തെടുക്കുന്നു. ബ്രാക്കറ്റിനുള്ളിൽ 5/2 + 1 വരും. LCM എടുത്തു കഴിയുമ്പോൾ എങ്ങനെ വരും? 2 LCM ആയിട്ട് വരും. 5 + 2 എന്ന് വരും. ഇൻറ്റു R ഈക്വൽ ടു 7/2 വരും. CP ഈസ് ഈക്വൽ ടു 7/2 R എന്ന് ഇക്വേഷൻ കിട്ടും. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ് ഗാമ ഈസ് ഈക്വൽ ടു CP ഡിവൈഡഡ് ബൈ CV. എന്ത് വരും? CP ഈസ് ഈക്വൽ ടു 7/2 R. CV 5/2 ഇൻറ്റു R ക്യാൻസൽ ചെയ്ത് പോകുന്നു. 2 ക്യാൻസൽ ചെയ്ത് പോകുന്നു. 7/5 എന്ന് കിട്ടും. ഏതിൻ്റെ കേസിലാണ്? ഡയറ്റോമിക് റിജിഡ് റൊട്ടേറ്ററിൻ്റെ കേസിൽ 7/5 ആണ് റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നത് സ്പെസിഫിക് ഹീറ്റ് ഓഫ് ഡയറ്റോമിക് മോളിക്യൂൾ. ഡയറ്റോമിക് മോളിക്യൂളിന് ഒരു പ്രത്യേകതയുണ്ട്. നോൺ റിജിഡ് റൊട്ടേറ്ററാണ്. നോൺ റിജിഡ് റൊട്ടേറ്ററിൻ്റെ പ്രത്യേകത എന്താണ്? ഡയറ്റോമിക് മോളിക്യൂളിന് 2 ആറ്റംസ് 2 സൈഡിലും ഉണ്ട്. ഇടയ്ക്കത്തെ ഡിസ്റ്റൻസ് ഫിക്സ്ഡ് അല്ല. അതിന് വേരിയേഷൻ വരാം. അപ്പോൾ ഇവിടെ എന്ത് വ്യത്യാസമുള്ളൂ? റിജിഡ് റൊട്ടേറ്ററിൻ്റെ കേസിൽ നിന്നും ഇതിനിടയ്ക്ക് ഡിസ്റ്റൻസ് ചേഞ്ച് വരാം. ആറ്റം 2 എൻസിലും ഉണ്ടെങ്കിലും അതിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്ത് വരുമ്പോൾ വൈബ്രേഷൻ പോസിബിളാണ്. വൈബ്രേഷൻ പോസിബിൾ ആണെങ്കിൽ അവിടെ 1 ഡിഗ്രി ഓഫ് ഫ്രീഡം കൂടി ഇൻക്രീസ് ചെയ്ത് വരും. വൈബ്രേഷൻ്റെ 1 ഡിഗ്രി ഓഫ് ഫ്രീഡം കൂടി ഇൻക്രീസ് ചെയ്ത് വരും. അപ്പോൾ അതിൻ്റെ ടോട്ടൽ എനർജിയും സ്പെസിഫിക് ഹീറ്റും ഒക്കെ നിങ്ങൾ തന്നെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അടുത്തത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു പോളി അറ്റോമിക് ഗ്യാസാണ്. അപ്പോൾ പോളി അറ്റോമിക് ഗ്യാസിനൊരു പ്രത്യേകതയുണ്ട്. അതിന് പോസിബിളായിട്ടുള്ള മോഷൻസ് എന്ന് പറയുന്നത് 3 ട്രാൻസ്ലേഷണൽ മോഷൻസ് പോസിബിളാണ്, 3 റൊട്ടേഷൻസ് പോസിബിളാണ്. അതോടൊപ്പം തന്നെ F നമ്പർ ഓഫ് വൈബ്രേഷൻസും പോസിബിളാണ്. F നമ്പർ ഓഫ് വൈബ്രേഷൻ എത്രയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. F നമ്പർ ഓഫ് വൈബ്രേഷൻസ് ഇപ്പോൾ ഏതൊക്കെയാണ്? 3 ട്രാൻസ്ലേഷണൽ മോഷൻ, പിന്നെന്താണ്? 3 റൊട്ടേഷൻസ്, പിന്നെ എന്തും കൂടെയുണ്ട്? F നമ്പർ ഓഫ് വൈബ്രേഷൻസും കൂടി പോസിബിളാണ്.
അപ്പോൾ ഇത്രയും ഡിഗ്രീസ് ഓഫ് ഫ്രീഡമാണ് ഒരു പോളി ആറ്റോമിക് ഗ്യാസ് മോളിക്യൂൾസിനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരാറ്റം കൺസിഡർ ചെയ്താൽ ഒരാറ്റത്തിൻ്റെ ടോട്ടൽ എനർജി എത്രയായിരിക്കും എന്ന് നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. എനർജി ഓഫ് വൺ ആറ്റം എന്ത് വരും? ട്രാൻസ്ലേഷൻ്റെ 3 ട്രാൻസ്ലേഷൻസ് പോസിബിളാണ്. ഒരു പോളി അറ്റോമിക് മോളിക്യൂൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ, ഗ്യാസ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഒരാറ്റത്തിന് 3 ട്രാൻസ്ലേഷണൽ മോഷൻ പോസിബിളാണ്. അപ്പോൾ ട്രാൻസ്ലേഷൻ്റെ ടോട്ടൽ എനർജി എത്ര വരും? 3 × 12 × kB × T വരും. പിന്നെ എന്ത് വരും? 3 റൊട്ടേഷൻസ് പോസിബിളാണ്. അപ്പോൾ എന്ത് വരും? 3 × ടോട്ടൽ എനർജി 3 × 12 × kB × T വരും. അടുത്ത എന്താണ്? F വൈബ്രേഷൻ വരും. ഒരു വൈബ്രേഷൻ്റെ എനർജി എന്ന് പറയുന്നത് kB × T ആണ്. അപ്പോൾ F വൈബ്രേഷൻ ഉണ്ടെങ്കിൽ F × kB × T ആണ്. ഇതാണ് ടോട്ടൽ എനർജി ഓഫ് വൺ ആറ്റം ഓഫ് എ പോളി അറ്റോമിക് ഗ്യാസ് എന്ന് പറയുക. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കിക്കേ. 3/2 kB × T. ഇവിടെ എന്ത് വരുന്നുണ്ട്? 3 + 3/2 × kB × T പ്ലസ് F × kB × T. ഇവിടെ നോക്കിയേ, 3/2 kB × T 2 തവണ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 2 × 3/2 kB × T. ഇത് രണ്ടെണ്ണം കൂടെ സെയിം ടൈമാണ്, 2 തവണ വന്നേക്കുന്നത് കൊണ്ട് 2 × പ്ലസ് F × kB × T. അപ്പോൾ ഈ 2 ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ എന്ത് വരും? 3 × kB × T പ്ലസ് F × kB × T ഈക്വൽ ടു kB രണ്ടിടത്തും കോമൺ ആണ്. അതുകൊണ്ട് നമുക്ക് kB × Tയെ ഒരു ബ്രാക്കറ്റിന് പുറത്തെടുക്കാം. ഉള്ളിൽ എന്ത് വരുമെന്ന് നോക്കിയേ, 3 ഇവിടെ വരുന്നുണ്ട്, ഇവിടെ F 3 + F വരുന്നുണ്ട്. അപ്പോൾ എനർജി ഓഫ് വൺ ആറ്റം ഓഫ് എ പോളി ആറ്റോമിക് ഗ്യാസ് ഈക്വൽ ടു 3 + F kB × T ആണ്. ഇനി എന്താ കണ്ടുപിടിക്കണം? എനർജി ഓഫ് 1 മോൾ ഓഫ് ഗ്യാസ്. 1 മോൾ ഓഫ് ഗ്യാസ് എത്ര വരും? എന്ത് ചെയ്താൽ മതി? ഒരാറ്റത്തിൻ്റെ എനർജിയെ അവഗാഡ്രോസ് നമ്പർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എന്ത് വരും? 3 + F × kB × T വരും. ഇതാണ് എനർജി ഓഫ് 1 മോൾ ഓഫ് ഗ്യാസ്. എന്തും കൂടെ ഉണ്ട്, അവഗാഡ്രോസ് നമ്പറും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 മോളിൻ്റെ എനർജി ഇൻറ്റു നമ്പർ ഓഫ് ആറ്റംസ് ഇൻ 1 മോൾ. ഇതിനെ നമുക്ക് എങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാം? 3 + F × kB × NAക്ക് പകരം R × T വരും. അപ്പോൾ എനർജി, ഇൻറ്റേർണൽ എനർജി അല്ലെങ്കിൽ ടോട്ടൽ എനർജി ഓഫ് 1 മോൾ ഓഫ് ഗ്യാസ് ഈക്വൽ ടു 3 + F × R × T എന്ന് വരും. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? CP കണ്ടുപിടിക്കാം, അതുപോലെ തന്നെ CVയും കണ്ടുപിടിക്കാം. CV ആദ്യം കണ്ടുപിടിക്കാം. CV ഈക്വൽ ടു DU / DT. U എത്രയാണ്? 3 + F ആണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3 + F × RT ഇങ്ങനെ വരും. ഈ 3 + F കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്ക് 3 + F × R പുറത്തെടുക്കാം. പിന്നെ എന്ത് വരും? DT / DT എന്ത് വരും? CV ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? 3 + F × R എന്ന് എഴുതാം. ഇനി എന്ത് കണ്ടുപിടിക്കാം? CP കണ്ടുപിടിക്കാം. സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ കണ്ടുപിടിക്കാം. CP ഈസ് ഈക്വൽ ടു എന്താണ്? CV + യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. എങ്ങനെ എഴുതാം? 3 + F × R അതാണ് CV. പ്ലസ് എന്തുകൂടെ വരും? +R വരും. 2 ടൈമിനകത്തും R കോമൺ അല്ലേ? അപ്പം നമുക്ക് ആറിനെ കോമൺ ആക്കി എടുത്തിട്ട് ബ്രാക്കറ്റിൽ എന്ത് റിമൈൻ ചെയ്യും? 3 + F ഒരു എണ്ണത്തിനകത്ത് വരും. പിന്നെ ഇവിടെ എന്ത് കോമൺ ആയിട്ട് വരും? R കോമൺ ആയിട്ട് വരുന്നു, പുറത്തെടുക്കുന്നു. രണ്ടിടത്തുനിന്നും ആറിനെ പുറത്തെടുക്കുന്നു. ഇവിടെ 3 + F, ഇവിടെ ഒരു 1 റിമൈൻ ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ ഇക്വേഷൻ എഴുതാം. ഈക്വൽ ടു എന്ത് വരും? 3 + 1 = 4. 4 + F × R ദാറ്റ് ഈസ് ഈക്വൽ ടു CP. ഇനി അടുത്ത് എന്താണ്? ഗാമ ഈസ് ഈക്വൽ ടു CP / CV. CP എത്രയാണ്?
4 + F ഇൻറ്റു R ഡിവൈഡഡ് ബൈ സി വി എത്രയാണ് 3 + F ഇൻറ്റു R. ക്യാൻസൽ ചെയ്യുമ്പോൾ ഗാമ ഈസ് ഈക്വൽ ടു 4 + F ഡിവൈഡഡ് ബൈ 3 + F. ഇതാണ് സ്പെസിഫിക് ഹീറ്റിൻ്റെ റേഷ്യോ പോളി അറ്റോമിക് ഗ്യാസിൻ്റെ കേസിൽ ഉള്ളത്. അടുത്തത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് സോളിഡ്സ് ആണ്. സോളിഡ്സിൻ്റെ പ്രത്യേകത എന്താണ്? ആറ്റംസ് അതിൻ്റെ പൊസിഷൻസിൽ ഫിക്സ്ഡ് ആണ്. n നമ്പർ ഓഫ് ആറ്റംസ് ഒരു സോളിഡിനുണ്ടെങ്കിൽ n നമ്പർ ഓഫ് ആറ്റംസിനും വൈബ്രേഷണൽ മോഷൻ പോസിബിളാണ്. സോളിഡിൻ്റെ കേസിൽ ആറ്റംസിന് ഫിക്സ്ഡ് പൊസിഷനിലായ കാരണം ട്രാൻസ്ലേഷനും പറ്റത്തില്ല, റൊട്ടേഷനും പറ്റത്തില്ല. പോസിബിളായിട്ടുള്ള മോഷൻ ഏതാണ്? വൈബ്രേഷൻ മാത്രമാണ്. അപ്പോൾ ആറ്റം അതിൻ്റെ തന്നെ പൊസിഷനിൽ നിന്ന്, അതിൻ്റെ തന്നെ മെയിൻ പൊസിഷനിൽ നിന്ന് വൈബ്രേറ്റ് ചെയ്യാം. ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യാം. 3 ഡയറക്ഷനിൽ എക്സ്, വൈ, സെഡ് ഡയറക്ഷൻസിൽ വൈബ്രേഷണൽ മോഷൻ പോസിബിളാണ്. അപ്പോൾ ഒരാറ്റത്തിൻ്റെ ടോട്ടൽ എനർജി എത്രയായിരിക്കും നമുക്കൊന്ന് നോക്കാം. വൈബ്രേഷൻ്റെ എനർജി എത്രയാണ്? വൈബ്രേഷൻ്റെ എനർജി എന്ന് പറയുന്നത്, വൈബ്രേഷൻ ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു എനർജി KB ഇൻറ്റു T ആണെന്ന് പറഞ്ഞു. ഇനി സോളിഡിൻ്റെ കേസിൽ ഒരു ആറ്റം വൈബ്രേറ്റ് ചെയ്യുവാണ്. വൈബ്രേറ്റ് ചെയ്യുമ്പം എക്സ് ഡയറക്ഷനിൽ വൈബ്രേറ്റ് ചെയ്യാം, വൈ ഡയറക്ഷനിലും ഇസഡ് ഡയറക്ഷനിലും എല്ലാം അതിന് വൈബ്രേറ്റ് ചെയ്യാം. 3 ഡയറക്ഷനിൽ വൈബ്രേറ്റ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഓരോ ആറ്റത്തിനുണ്ട്. അപ്പോൾ ടോട്ടൽ എനർജി ഓഫ് ആൻ ആറ്റം, ടോട്ടൽ എനർജി ഓഫ് ആൻ ആറ്റം എന്താണ്? വൈബ്രേറ്റ് ചെയ്യുവാണ്. വൈബ്രേഷൻ്റെ എനർജി എന്ന് പറയുന്നത് KB ഇൻറ്റു T ആണ്. ഇനി 3 ഡയറക്ഷനിൽ വൈബ്രേറ്റ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉള്ളത് കൊണ്ട് ടോട്ടൽ എനർജി ഓഫ് ആൻ ആറ്റം ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു KB ഇൻറ്റു T ആണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് ടോട്ടൽ എനർജി ഓഫ് 1 മോൾ ഓഫ് സോളിഡാണ്. ടോട്ടൽ എനർജി ഓഫ് 1 മോൾ ഈക്വൽ ടു എത്രയാണ്? 3 ഇൻറ്റു KB ഇൻറ്റു T ഇൻറ്റു അവഗാഡ്രോസ് നമ്പർ. എന്ത് വരും? 3 ഇൻറ്റു R ഇൻറ്റു T ആണ്. ടോട്ടൽ എനർജി ഓഫ് 1 മോൾ ഇസ് ഈക്വൽ 1 മോൾ ഈക്വൽ ടു 3 ഇൻറ്റു R ഇൻറ്റു T ആണ്. ഇനി സോളിഡിൻ്റെ കേസിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഉണ്ട്. കോൺസ്റ്റൻറ്റ് പ്രഷറും കോൺസ്റ്റൻറ്റ് വോളിയം എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നില്ല. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആണ് സോളിഡിൻ്റെ കേസിലുള്ളത്. ഗ്യാസിൻ്റെ കേസിലാണ് നമ്മൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആയിട്ട് കോൺസ്റ്റൻറ്റ് പ്രഷറും കോൺസ്റ്റൻറ്റ് വോളിയവും പറഞ്ഞിരുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്പെസിഫിക് ഹീറ്റ് ഓഫ് സോളിഡ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് dQ ഡിവൈഡഡ് ബൈ dt. ഇങ്ങനെ എഴുതാം. നമ്മൾ നേരത്തെ ഇക്വേഷൻ പറഞ്ഞ പോലെ തന്നെ dQ ഈസ് ഈക്വൽ ടു du പ്ലസ് P ഇൻറ്റു dV ആണെന്ന് പറഞ്ഞു. ഇവിടെ സോളിഡിൻ്റെ കേസിൽ അതിൻ്റെ വോളിയത്തിൻ്റെ ചേഞ്ച് എന്ന് പറയുന്നത് നെഗ്ലിജിബിളി 0 ആണ്, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് ഈ ഇക്വേഷനെ നമുക്ക് എങ്ങനെ എഴുതാം? dQ ഈസ് ഈക്വൽ ടു du. കാരണം ചേഞ്ച് ഇൻ വോളിയം ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0. സോളിഡിൻ്റെ വോളിയം ഫിക്സ്ഡ് ആയിട്ട് നിൽക്കുവാണ്. അതുകൊണ്ട് ഗ്യാസിൻ്റെ വോളിയമാണ് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റുന്നത്. സോളിഡിൻ്റെ വോളിയം കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് dV ഈക്വൽ ടു 0 വരുന്നതാണ്. ഈ ടൈം മൊത്തത്തിൽ 0 ആവുന്നതുകൊണ്ട് dQ ഈസ് ഈക്വൽ ടു du എന്ന് എഴുതാം. അപ്പോൾ സ്പെസിഫിക് ഹീറ്റിൻ്റെ ഇക്വേഷൻ dQവിന് പകരം du ഡിവൈഡഡ് ബൈ dt എന്ന ഇക്വേഷൻ എഴുതാം. ഇനി യുവിൻ്റെ വാല്യൂ എത്രയാണ്? d/dt ഓഫ് 3 ഇൻറ്റു R ഇൻറ്റു T ആണ് വരിക. അപ്പോൾ 3R കോൺസ്റ്റൻ്റ് ആണ്. എന്ത് വരും? അതിനെ നമുക്ക് ഡിഫറൻഷിയേഷന് പുറത്തെടുക്കുക. ഇക്വേഷൻ എന്ത് വരും? 3 ഇൻറ്റു R ഇൻറ്റു dt ഡിവൈഡഡ് ബൈ dt രണ്ടെണ്ണം ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് സോളിഡ് ഈസ് ഈക്വൽ ടു 3 ടൈംസ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്. അടുത്തത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടറാണ്. അപ്പോൾ വാട്ടറിൻ്റെ കേസിൽ H2O ആണ്. 2 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, ഒരു ഓക്സിജൻ ആറ്റം ഉണ്ട്. അപ്പോൾ വാട്ടർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മൾ വാട്ടറിനെ ഒരു സോളിഡായിട്ട് ട്രീറ്റ് ചെയ്താണ് അതിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കണ്ടുപിടിക്കുന്നത്.
അപ്പോൾ വാട്ടറിൻ്റെ കേസിൽ ഹൈഡ്രജൻ്റെ 2 ആറ്റം ഉണ്ട്, ഓക്സിജൻ്റെ 1 ആറ്റം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വാട്ടറിനെ നമ്മൾ സോളിഡായിട്ട് ട്രീറ്റ് ചെയ്ത് നമ്മൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കണ്ടുപിടിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ വാട്ടറിൻ്റെ കേസിൽ 1 ആറ്റം ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതിന് വൈബ്രേറ്റ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട്. വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വൈബ്രേഷൻ്റെ എനർജി എത്രയാണ്? നമ്മളിപ്പോൾ പഠിച്ചതാണ്. വൈബ്രേഷണൽ മോഷൻ ആണെങ്കിൽ അതിന് kB/T ആണ് അതിൻ്റെ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് എന്താണ് 3 ഡയറക്ഷനിൽ ഒരാറ്റത്തിന് വൈബ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ 3 ഡയറക്ഷനിൽ വൈബ്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഒരാറ്റത്തിൻ്റെ എനർജി എത്രയായിരിക്കും? 3 × kB/T ആയിരിക്കും. അപ്പോൾ ഓരോ ആറ്റത്തിൻ്റെയും വൈബ്രേഷൻ്റെ എനർജി എന്ന് പറയുന്നത് 3 × kB/T ആയിരിക്കും. അതുപോലെ എത്ര ആറ്റം ഉണ്ട് വാട്ടറിൻ്റെ കേസിൽ? 3 ആറ്റംസ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ എനർജി ഓഫ് 1 മോളിക്യൂൾ, 3 ആറ്റംസും കമ്പൈൻ ചെയ്ത് 1 മോളിക്യൂൾ ഫോം ചെയ്തിട്ടുണ്ട്. 1 മോളിക്യൂൾ ഓഫ് വാട്ടർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ടോട്ടൽ എനർജി ഓഫ് 1 ആറ്റം എന്ന് പറയുന്നത് 3 × kBT ആണ്. ടോട്ടൽ എനർജി ഓഫ് 1 മോളിക്യൂൾ ഓഫ് വാട്ടർ എന്ന് പറയുക 3 × 3 kBT ആണ്. 3 ആറ്റംസ് ഉള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ എഴുതിയിരിക്കുന്നത്. ഒരാറ്റത്തിൻ്റെ വൈബ്രേഷൻ്റെ എനർജി എന്ന് പറയുന്നത് 3 kBT ആണ്. അതുപോലെയുള്ള 3 ആറ്റംസ് വാട്ടറിലുണ്ട്. സോ ദി ടോട്ടൽ എനർജി ഓഫ് 1 മോളിക്യൂൾ ഓഫ് വാട്ടർ ഈസ് ഈക്വൽ ടു 3 × 3 kBT, ദാറ്റ് ഈസ് ഈക്വൽ ടു 9 kB/T വരും. ഇതൊരു മോളിക്യൂളിൻ്റെ കേസ്. ഇനി വാട്ട് ഈസ് ദി ടോട്ടൽ എനർജി ഓഫ് 1 മോൾ ഓഫ് വാട്ടർ? എങ്ങനെ എഴുതിയാൽ മതി? ഈക്വൽ ടു 9 kB/, അവഗാഡ്രോസ് നമ്പർ എഴുതാൽ മതിയല്ലോ. നമ്മൾ നേരത്തെ എല്ലാം പറഞ്ഞതുപോലെ തന്നെ. ദാറ്റ് ഈസ് ഈക്വൽ ടു 9 × R/T. അപ്പോൾ ടോട്ടൽ എനർജി അല്ലെങ്കിൽ ടോട്ടൽ ഇൻറ്റേർണൽ ഓഫ് എനർജി ഓഫ് 1 മോൾ ഓഫ് വാട്ടർ ഈസ് ഈക്വൽ ടു 9 × RT ആണെന്ന് കിട്ടി. ഇനി നമുക്ക് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കണ്ടുപിടിക്കാമല്ലോ. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഈസ് ഈക്വൽ ടു du/dt ആണ്. d/dt ഓഫ് യുവിൻ്റെ വാല്യൂ 9 × R/T. അപ്പോൾ എന്ത് വരും? 9R കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അതിനെ നമുക്ക് ഡിഫറൻഷിയേഷന് പുറത്തെടുത്തിട്ട് dt/dt that can be cancelled, that is equal to 9 × R. അപ്പോൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ ആണ് 9R എന്ന് പറയുന്നത്. നമ്മൾ ഇതിന് മുൻപേ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് സോളിഡ് എത്രയാണെന്ന് പറഞ്ഞായിരുന്നു? 3R ആണ്. അപ്പോൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കൂടുതലുള്ളത് ഏതിനാണ്? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കൂടുതലുള്ളത് വാട്ടറിൻ്റെ കേസിലാണ്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ 9R ഫോർ സോളിഡ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 3R. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് മീൻ ഫ്രീ പാത്ത് ഓഫ് ഗ്യാസ് ആണ്. മീൻ ഫ്രീ പാത്ത് എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മൾ കൈനറ്റിക് തിയറിയിലെ 1-2 പോസ്റ്റുലേറ്റ്സ് എടുക്കാം. കൈനറ്റിക് തിയറിയിൽ എന്താ പറയുന്നത്? ഗ്യാസ് മോളിക്യൂൾസ് ആർ അറ്റ് റാൻഡം മോഷൻ and they collide with one another and also with the walls of the container. അങ്ങനെ ഒരു ഗ്യാസ് മോളിക്യൂൾസിൻ്റെ മോഷനിൽ അത് നമ്പർ ഓഫ് കൊളീഷൻസ് നടത്തുന്നുണ്ട്. അപ്പോൾ കൊളീഷൻസ് നടത്തുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് ഇവിടെ ഇരിക്കുന്ന ഒരു ഗ്യാസ് മോളിക്യൂള് ഇവിടെ ഒരു ഗ്യാസ് മോളിക്യൂൾ ഇരിക്കുവാണെങ്കിൽ ഇങ്ങോട്ട് ട്രാവൽ ചെയ്ത് വന്നിട്ട് ഇവിടെ ഇരിക്കുന്ന ഗ്യാസ് മോളിക്യൂളിൽ കൊളൈഡ് ചെയ്യും. ഇനി അത് ഈ കൊളീഷന് ശേഷം അത് വീണ്ടും ഇങ്ങോട്ട് ട്രാവൽ ചെയ്ത് ഇതുമായിട്ട് കൊളൈഡ് ചെയ്യാം. ഇനി വേണമെങ്കിൽ ആ കൊളീഷന് ശേഷം അതിന് ഇങ്ങോട്ട് ട്രാവൽ ചെയ്ത് ഇവിടെ ഇരിക്കുന്ന ഒരു ഗ്യാസ് മോളിക്യൂളിൽ കൊളൈഡ് ചെയ്യാം. അപ്പോൾ ആദ്യം ഇത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ്, ഒരു കൊളീഷന് വേണ്ടിയിട്ട് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസിനെ നമുക്ക് അല്ലെങ്കിൽ അതിൻ്റെ പാത്തിനെ നമുക്ക് ഫ്രീ പാത്ത് എന്ന് പറയും. കൊളീഷന് വേണ്ടിയിട്ട് മൂവ് ചെയ്യുന്ന പാത്താണ് ഫ്രീ പാത്ത് എന്ന് പറയും. ഇവിടെ ഈ മോളിക്യൂളിൽ നിന്ന് കൊളൈഡ് ചെയ്ത് ഇവിടെ ഈ ഇരിക്കുന്ന മോളിക്യൂളിലേക്ക് കൊളീഷന് വേണ്ടിയിട്ട് അത് ട്രാവൽ ചെയ്യുന്ന പാത്താണ് ഈ കാണിച്ചിരിക്കുന്നത്. ആ പാത്തിൻ്റെ ലെങ്തിനെ നമുക്ക് ഇവിടെ λ1 ഈ പാത്തിൻ്റെ ലെങ്ത്, ഈ പാത്തിൻ്റെ ലെങ്തിനെ നമുക്ക് λ2 എന്ന് എടുക്കാം. ഇനി ഇവിടെ ഒരു കൊളീഷൻ നടന്നതിന് ശേഷം വീണ്ടും ഈ ഗ്യാസ് മോളിക്യൂൾ മൂവ് ചെയ്ത് വേറൊരു പാർട്ടിക്കിളിൽ ഒരു ഗ്യാസ് മോളിക്യൂളിൽ കൊളൈഡ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് അത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് അടുത്ത ഫ്രീ പാത്താണ്. ഫ്രീ ആയിട്ട് അത് മൂവ് ചെയ്യുന്നത്. കൊളീഷൻ നടന്നതിന് ശേഷം അടുത്ത കൊളീഷന് വേണ്ടിയിട്ട് അത് മൂവ് ചെയ്യുന്ന ഫ്രീ പാത്ത്, അതിന് നമുക്ക് വേണമെങ്കിൽ λ3 എന്ന് എടുക്കാം. ഇങ്ങനെ ഈ ഗ്യാസ് മോളിക്യൂൾ കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്യുന്നതുകൊണ്ട് റാൻഡം മോഷനിലാണ്. റാൻഡം മോഷനിൽ മൂവ് ചെയ്യുന്നതോടൊപ്പം തന്നെ അത് കൊളൈഡ് ചെയ്യുന്നുമുണ്ട്.
കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കൊളീഷൻ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിനിടയ്ക്ക് ഓരോ കൊളീഷനും ഇടയ്ക്ക് ഇത് മൂവ് ചെയ്യുന്ന പാത്തിനാണ് ഇത് ഫ്രീ പാത്ത് എന്ന് പറയുക. ഈ ഫ്രീ പാത്തുകളെ നമ്മൾ λ1, λ2, λ3 എന്നൊക്കെയാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ആ λ1, λ2, λ3 എന്നൊക്കെ പറയുന്ന വാല്യൂസ് എന്ന് പറയുന്നത് സെയിം വാല്യൂ ആകാം, ഡിഫറെൻറ്റ് വാല്യൂ ആകാം. അപ്പോൾ ഈ വാല്യൂസിൻ്റെ ആവറേജ് വാല്യൂ, അതായത് രണ്ട് കൊളീഷൻസിനിടയ്ക്ക് ഈ ഗ്യാസ് മോളിക്യൂള് ട്രാവൽ ചെയ്യുന്ന λ2, λ3 ഈ വാല്യൂസിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ആവറേജ് വാല്യൂവിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുക? മീൻ ഫ്രീ പാത്ത് എന്ന് പറയുക. അതിൻ്റെ മീൻ വാല്യൂ, ഒരു കൊളീഷൻ, അടുത്ത കൊളീഷൻ, നെക്സ്റ്റ് കൊളീഷൻ. അപ്പോൾ ഓരോ കൊളീഷനും ഇടയ്ക്ക് ഇത് ഓരോ പാത്തിൽ കൂടി ട്രാവൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ആവറേജ് വാല്യൂവിന് പറയുന്ന സ്പെഷ്യൽ നെയിമാണ് മീൻ ഫ്രീ പാത്ത്. അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡെഫിനിഷൻ നമുക്ക് ഇങ്ങനെ പറയാം: ഇറ്റ് ഈസ് ദി ആവറേജ് ഡിസ്റ്റൻസ് കവേർഡ് ബൈ എ ഗ്യാസ് മോളിക്യൂൾ ഇൻ ബിറ്റ്വീൻ ടു സക്സസീവ് കൊളീഷൻ. രണ്ട് അടുത്തടുത്തുള്ള കൊളീഷൻസിന് ഇടയ്ക്ക് ഒരു ഗ്യാസ് മോളിക്യൂള് ട്രാവൽ ചെയ്യുന്ന ആവറേജ് പാത്തിൻ്റെ ലെങ്തിനാണ് എന്തെന്ന് പറയുക? മീൻ ഫ്രീ പാത്ത് എന്ന് പറയുക. മനസ്സിലായോ? മീൻ ഫ്രീ പാത്ത് ഈസ് ദി ആവറേജ് ഡിസ്റ്റൻസ് കവേർഡ് ബൈ എ ഗ്യാസ് മോളിക്യൂൾ ഇൻ ബിറ്റ്വീൻ ടു സക്സസീവ് കൊളീഷൻ. സക്സസീവ് കൊളീഷൻ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തടുത്തുള്ള രണ്ട് കൊളീഷൻസിനിടയ്ക്ക് ഒരു ഗ്യാസ് മോളിക്യൂള് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസിൻ്റെ ആവറേജ് വാല്യൂസിനാണ് മീൻ ഫ്രീ പാത്ത് എന്ന് പറയും. അടുത്തത് നമുക്ക് മീൻ ഫ്രീ പാത്തിനുള്ളൊരു എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാം. അപ്പോൾ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു സിലിണ്ടർ കൺസിഡർ ചെയ്തിട്ടുണ്ട്. സിലിണ്ടറിൻ്റെ റേഡിയസ് d ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇനി ഇതിനുള്ളിൽ ലാർജ് നമ്പർ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ടെന്ന് കൺസിഡർ ചെയ്യാം. അതിലെ ഒരു ഗ്യാസ് മോളിക്യൂൾ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുന്നു, A എന്ന് പറയുന്ന ഒരു ഗ്യാസ് മോളിക്യൂൾ. ഈ ഗ്യാസ് മോളിക്യൂളിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ d ആണ്. ഇനി ഈ ഗ്യാസ് മോളിക്യൂൾ A കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഡെറിവേഷന് വേണ്ടിയിട്ട് ഒരു കണ്ടീഷൻ കൊടുക്കുന്നുണ്ട്. ബാക്കി എല്ലാ ഗ്യാസ് മോളിക്യൂൾസും റെസ്റ്റിലാണ് എന്നൊരു കണ്ടീഷൻ കൊടുത്തിട്ടാണ് ഡെറിവേഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ A എന്ന് പറയുന്ന ഗ്യാസ് മോളിക്യൂളിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു, അത് മാത്രം മൂവ് ചെയ്യുന്നതായിട്ട് നമ്മൾ കരുതുന്നു. ഈ A എന്ന് പറയുന്ന ഗ്യാസ് മോളിക്യൂളിൻ്റെ ആവറേജ് വെലോസിറ്റി v ആണെന്ന് കരുതുക. ആവറേജ് വെലോസിറ്റി v ആണ്, അതായത് കൊളീഷനൊക്കെ നടത്തുന്നുണ്ട്, ആവറേജ് വെലോസിറ്റി v ആണെന്ന് കരുതുക. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് വാട്ട് ഈസ് ദി ഏരിയ ഓഫ് സിലിണ്ടർ. സിലിണ്ടറിൻ്റെ ഏരിയ πd² ആണെന്ന് നമുക്കറിയാം. ഇനി അടുത്തത് നമ്മളൊരു സ്മോൾ ടൈം ഇൻ്റർവൽ Δt കൺസിഡർ ചെയ്യും. ആ സ്മോൾ ടൈം ഇൻ്റർവെല്ലിൽ ഈ മോളിക്യൂൾ A ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കണം. അതായത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ഗ്യാസ് മോളിക്യൂൾ A ഡ്യൂറിങ് എ സ്മോൾ ഇൻ്റർവെൽ ഓഫ് ടൈം Δt. Δt എന്ന് പറയുന്ന സ്മോൾ ഇൻ്റർവെൽ ടൈമിൽ ഈ ഗ്യാസ് മോളിക്യൂൾ A ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാം. ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം? നമുക്ക് ജനറലായിട്ട് വെലോസിറ്റിക്ക് എക്സ്പ്രഷൻ ഉണ്ട്, ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. ഇവിടെ നമ്മുടെ വെലോസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ആവറേജ് വെലോസിറ്റി v ആണ് ഗ്യാസ് മോളിക്യൂളിൻ്റെ. ഇനി അത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ നമ്മൾ എടുത്തിരിക്കുന്ന ടൈം എന്ന് പറയുന്നത് Δt ടൈമാണ്. അങ്ങനെയാണെങ്കിൽ Δt ടൈമിൽ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിനെ നമുക്ക് എങ്ങനെ എഴുതാം? ആവറേജ് വെലോസിറ്റി ഇൻറ്റു Δt എന്നെഴുതാനായിട്ട് പറ്റും. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി ഗ്യാസ് മോളിക്യൂൾ ഡ്യൂറിങ് എ സ്മോൾ ടൈം ഇൻ്റർവെൽ Δt ഈസ് ഈക്വൽ ടു എത്രയാണ്? വെലോസിറ്റി ഇൻറ്റു Δt ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് what is the volume covered by the gas molecule during Δt time. അതായത് ഈ സിലിണ്ടറിൻ്റെ എത്രത്തോളം വോളിയം ഈ ഗ്യാസ് മോളിക്യൂള് കവർ ചെയ്ത് പോയിട്ടുണ്ട് ഡ്യൂറിങ് ഇറ്റ്സ് മോഷൻ. വോളിയം കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ നമുക്കറിയാം.
ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഏരിയ ഓഫ് ദി സിലിണ്ടർ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്താണ്? പൈ ഇൻറ്റു ഡി സ്ക്വയർ ആണെന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഹൈറ്റ് ഓഫ് ദി സിലിണ്ടർ, വോളിയം കണ്ടുപിടിക്കാൻ ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. ഇവിടെ നമ്മൾ ഹൈറ്റിന് പകരം എന്തെടുക്കുന്നു? ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി മോളിക്യൂൾ. അതാണ് ആ മോളിക്യൂൾ കവർ ചെയ്യുന്ന വോളിയം എന്ന് പറയുമ്പോൾ എടുക്കേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡെൽറ്റ വി ഇൻറ്റു ഡെൽറ്റ ടി ആണ് ഇവിടെ മോളിക്യൂൾ കവർ ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ്. അപ്പോൾ ഇത് വോളിയം കവേർഡ് ബൈ ദി ഗ്യാസ് മോളിക്യൂൾ ഡ്യൂറിങ് ഡെൽറ്റ ടി ടൈമാണ്. ഇനി നമുക്കൊരു കാര്യം കണ്ടുപിടിക്കാം. വാട്ട് ഈസ് ദി നമ്പർ ഓഫ് കൊളീഷൻസ് മെയ്ഡ് ബൈ ദി മോളിക്യൂൾ എ ഡ്യൂറിങ് ഇറ്റ്സ് മോഷൻ? എത്രയാണെന്ന് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് collisions of the molecule in delta t time. ഇതൊരു ഡെൽറ്റ ടി ടൈമിൽ ഇത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നു, ഇത്രയും വോളിയം ഗ്യാസ് മോളിക്യൂൾ കവർ ചെയ്യുന്നു. അപ്പോൾ അത്രയും വോളിയം കവർ ചെയ്തപ്പോൾ ഈ ഗ്യാസ് മോളിക്യൂൾ എത്ര കൊളീഷൻസ് ഇതിനുള്ളിൽ നടത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കാം? അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ വോളിയം കവേർഡ് ഇൻറ്റു നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയമാണ്. എന്താണ് ഇക്വേഷൻ? നമ്പർ ഓഫ് കൊളീഷൻ ഈസ് ഈക്വൽ ടു വോളിയം ഇൻറ്റു എന്ത് വരുന്നു? വോളിയം ഇൻറ്റു എൻ. എൻ എന്താണ്? നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം. ദാറ്റ് ഈസ് ഈക്വൽ ടു വോളിയത്തിൻ്റെ ഇക്വേഷൻ പൈ ഇൻറ്റു ഡി സ്ക്വയർ ഇൻറ്റു ആവറേജ് വെലോസിറ്റി ഇൻറ്റു ആവറേജ് ടൈം ഇൻറ്റു നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഇതാണ് നമ്പർ ഓഫ് കൊളീഷൻസ് ഓഫ് ദി മോളിക്യൂൾ, നമ്പർ ഓഫ് കൊളീഷൻസ് ഓഫ് ദി ഗ്യാസ് മോളിക്യൂൾ ഇൻ ഡെൽറ്റ ടി ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട അടുത്ത കാര്യം എന്ന് പറയുന്നത് കൊളീഷൻസ് ഇൻ യൂണിറ്റ് ടൈം. കൊളീഷൻസ് ഇൻ യൂണിറ്റ് ടൈം. കൊളീഷൻസ് ഇൻ യൂണിറ്റ് ടൈം. ഡെൽറ്റ ടി ടൈമിൽ നടത്തിയിരിക്കുന്ന കൊളീഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കൊളീഷൻസ്, നമ്പർ ഓഫ് കൊളീഷൻസ് ഇൻ യൂണിറ്റ് ടൈം എന്ത് ചെയ്താൽ മതി? ഈ ടോട്ടൽ നമ്പർ ഓഫ് കൊളീഷൻസിനെ ഡെൽറ്റ ടി വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഇക്വേഷൻ എന്ത് വരും? പൈ ഡി സ്ക്വയർ ഇൻറ്റു വെലോസിറ്റി ഇൻറ്റു ഡെൽറ്റ ടി ഇൻറ്റു എൻ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ പൈ ഇൻറ്റു ഡി സ്ക്വയർ ഡെൽറ്റ വി ഇൻറ്റു എൻ. ഇതാണ് എന്തിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്? നമ്പർ ഓഫ് കൊളീഷൻസ് ഇൻ യൂണിറ്റ് ടൈം. ഈ യൂണിറ്റ് ടൈമിൽ നടത്തുന്ന കൊളീഷൻസിൻ്റെ നമ്പറിനെ നമുക്ക് വേണമെങ്കിൽ വേറെ ഒരു രീതിയിലും കൂടെ പറയാം, ഫ്രീക്വൻസി എന്ന് പറയാം. ഇനി അടുത്തത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടൈം ഫോർ വൺ കൊളീഷൻ ആണ്. ടൈം ഫോർ വൺ കൊളീഷൻ. ടൈം ഫോർ വൺ കൊളീഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? ടൈം ഫോർ വൺ കൊളീഷനെ നമുക്ക് ടൗ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ പറഞ്ഞു ഫ്രീക്വൻസി എന്ന് പറയുന്നതാണ് നമ്പർ ഓഫ് കൊളീഷൻസ് ഇൻ യൂണിറ്റ് ടൈം എന്ന് പറയുന്നത്. ഈ ഫ്രീക്വൻസിയും ടൈം ഫോർ വൺ കൊളീഷൻ അതിന് പറയുന്ന ഒരു പേരാണ് പീരീഡ്. നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഫ്രീക്വൻസിയും പീരീഡും തമ്മിലുള്ള ഒരു റിലേഷൻ പഠിച്ചിട്ടുണ്ട്. ഫ്രീക്വൻസി ഈക്വൽ ടു 1/t അല്ലെങ്കിൽ ടി ഈസ് ഈക്വൽ ടു 1/f. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് കൊളീഷൻസ് ഇൻ യൂണിറ്റ് ടൈമിനുള്ള എക്സ്പ്രഷനായി. ദെയർഫോർ ടൈം ഫോർ വൺ കൊളീഷനെ എങ്ങനെ നമുക്ക് എഴുതാനായിട്ട് പറ്റും? ഇതിൻ്റെ ഈ കിട്ടിയിരിക്കുന്നതിൻ്റെ ഫ്രീക്വൻസിയുടെ റെസിപ്രോക്കലായിട്ട് എഴുതിയാൽ മതി. അതാണ് ടൈം ഫോർ വൺ കൊളീഷൻ എന്ന് പറയുന്നത്. പൈ ഇൻറ്റു ഡി സ്ക്വയർ ഇൻറ്റു ആവറേജ് വെലോസിറ്റി ഇൻറ്റു എൻ കിട്ടി. ഇപ്പോൾ ടൈം ഫോർ വൺ കൊളീഷൻ ടൗ നമുക്ക് കിട്ടി. ഇനി ഡിസ്റ്റൻസ് ട്രാവൽഡ് ഫോർ വൺ കൊളീഷൻ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതെന്ന് പറയുന്നത് എന്താണ്? ഇക്വേഷൻ എന്താണ്? ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൗ ആണ്. അതെങ്ങനെയാണ് ഈ റിലേഷൻ വന്നത്? നമ്മൾ വീണ്ടും വെലോസിറ്റി ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം എടുക്കുന്നു. അത് ഒരു കൊളീഷൻ്റെ കേസിലുള്ളത് നമ്മൾ എടുക്കുന്നു. അപ്പോൾ ഒരു കൊളീഷൻ്റെ കേസിലുള്ള കൊളീഷൻ്റെ ടൈം എന്ന് പറയുന്നത് ടൗ ആയിട്ട് എടുക്കുന്നു. വി എന്ന് പറയുന്നത് നമ്മുടെ ആവറേജ് വെലോസിറ്റി. അങ്ങനെയാണ് ഡിസ്റ്റൻസ് ഫോർ വൺ ട്രാവൽഡ് ഫോർ വൺ കൊളീഷൻ എന്ന് പറയുന്നത് വി ഇൻറ്റു ടോ എന്ന് എഴുതാം. അപ്പോൾ ഡിസ്റ്റൻസ് ഈക്വൽ ടു വി ഇൻറ്റു ടോ ആയിട്ട് നമ്മൾ എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഫോർ വൺ കൊളീഷൻ എന്ന് പറയുന്നതാണ് നമ്മുടെ മീൻ ഫ്രീ പാത്ത് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു
ഡെൽറ്റ വി ഇൻറ്റു ടൗവിനുള്ള ഇക്വേഷൻ എന്താണ്? 1/π d² ഡെൽറ്റ വി ഇൻറ്റു n. ഇവിടെ ഡെൽറ്റ വി അല്ല ആവറേജ് വെലോസിറ്റി രണ്ടെണ്ണം കൂടി ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ ഇക്വേഷൻ എന്ത് വരും? n ഇൻറ്റു പൈ ഇൻറ്റു d². അപ്പോൾ ഇതാണ് മീൻ ഫ്രീ പാത്തിന് ജനറൽ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തിരുന്നത്. ഇനി ഈ ഇക്വേഷൻ്റെ കേസിൽ ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. നമ്മളൊരു കണ്ടീഷൻ കൊടുത്തിരുന്നു, ഈ മോളിക്യൂൾ എ മാത്രമാണ് ഇതിനകത്ത് മൂവ് ചെയ്തുകൊണ്ടിരുന്നത്, ബാക്കി എല്ലാ മോളിക്യൂളും റെസ്റ്റിലാവുന്ന ഒരു കണ്ടീഷനിലാണ് നമ്മൾ ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്തത്. പക്ഷേ ആക്ച്വലി ഗ്യാസ് മോളിക്യൂൾസ് എല്ലാം എന്താണ്? എല്ലാ ഗ്യാസ് മോളിക്യൂൾസും റാൻഡം മോഷനിലാണ്. ഒരെണ്ണം മാത്രമല്ല മൂവ് ചെയ്യുന്നത്, എല്ലാ മോളിക്യൂൾസും റാൻഡം മോഷനിലാണ്. അപ്പോൾ കൊളീഷൻ എങ്ങനെയായിരിക്കും? ഇപ്പം നമ്മൾ പറഞ്ഞു ഒരെണ്ണം മാത്രം മൂവ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ കൊളീഷൻ ഈ കേസിൽ കുറവായിരിക്കും. എല്ലാ മോളിക്യൂളും ട്രാവൽ ചെയ്യുന്ന കേസിൽ നമ്പർ ഓഫ് കൊളീഷൻസ് എങ്ങനെയായിരിക്കും? ഇതിനെക്കാട്ടിലും കൂടുതലായിരിക്കും. എല്ലാവരും റാൻഡമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുക, നമ്പർ ഓഫ് കൊളീഷൻസ് കൂടുതലായിട്ട് വരും. അപ്പം മാക്സ്വെൽ ഈ ഇക്വേഷന് ഒരു കറക്ഷൻ വരുത്തി, മീൻ ഫ്രീ പാത്തിൻ്റെ ഈ ഇക്വേഷൻ ഒരു കറക്ഷൻ വരുത്തി. അതിനുള്ള ഒരു ഇക്വേഷൻ, അതായത് എല്ലാ മോളിക്യൂൾസും റാൻഡം മോഷനിലാണെങ്കിലും മീൻ ഫ്രീ പാത്തിൻ്റെ ഇക്വേഷന് ചേഞ്ച് വരുത്തിയ ഇക്വേഷൻ ഇതാണ്. ലാംഡ = 1/√2 ഇൻറ്റു n ഇൻറ്റു പൈ ഇൻറ്റു d². ഇവിടെ നോക്കിക്കേ, ഇവിടെ മീൻ ഫ്രീ പാത്ത് ലാംഡയാണ്. √2 എന്ന് പറയുന്ന ഒരു പുതിയ ടേം ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ n എന്താണ്? നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയമാണ്. മീൻ ഫ്രീ പാത്ത് നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഇൻവേഴ്സ് പ്രപ്പോർഷണാലിറ്റിയിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത്? നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫ്രീ പാത്ത് കുറയും. പെട്ടെന്ന് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാനുള്ള ഡിസ്റ്റൻസ് കുറവായിരിക്കും. ഡിസ്റ്റൻസ് കുറവായതുകൊണ്ട് പെട്ടെന്ന് കൊളീഷൻ നടത്തും. ഇനി അടുത്ത എന്താണ്? ലാംഡ ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഡി ആണ്. ഡി എന്താണ്? ഡയമീറ്റർ ഓഫ് ദി മോളിക്യൂളാണ്. അപ്പോൾ ഒരു മോളിക്യൂളിൻ്റെ ഡയമീറ്റർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്രീ പാത്ത് കുറയും. വലിയ മോളിക്യൂളാണ് ഇരിക്കുന്നതെങ്കിൽ കൊളീഷൻസ് പെട്ടെന്ന് സംഭവിക്കും. വലിയ മോളിക്യൂളാണെങ്കിൽ മൂവ് ചെയ്യുമ്പോൾ പെട്ടെന്ന് കൊളീഷൻസ് നടക്കും. അപ്പോൾ ഡയമീറ്ററിന് ഇൻവേഴ്സ് പ്രപ്പോർഷണാലിറ്റിയിലാണ് മീൻ ഫ്രീ പാത്ത്. അതുപോലെ തന്നെ എന്തിന് ഇൻവേഴ്സ് പ്രപ്പോർഷണാലിറ്റിയിലാണ്? നമ്പർ ഓഫ് മോളിക്യൂൾസിന്. നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂടിയാലും ഡയമീറ്റർ ഓഫ് മോളിക്യൂൾസ് കൂടിയാലും ഫ്രീ പാത്ത് കുറയും, കൊളീഷൻസ് പെട്ടെന്ന് നടക്കും. ഈ ചാപ്റ്റർ ഇതോടെ കംപ്ലീറ്റ് ആവുകയാണ്. നമ്മൾ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസും ഐഡിയൽ ഗ്യാസ് ഇക്വേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൈനറ്റിക് തിയറിയിൽ പ്രഷർ ഓഫ് എ ഗ്യാസ് എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ മീൻ ഫ്രീ പാത്തിനുള്ള ഡെറിവേഷനും ഇക്വേഷനും ഡെഫിനിഷനും ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, താങ്ക് യു.